ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും വെറും 400 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം. മെയിൻ റോഡിൽ നിന്ന്, ബസ് റൂട്ടിൽ നിന്നും 100 മീറ്ററും. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, ഭംഗിയുള്ളൊരു വീടാണ്. 6 സെന്റിൽ 2450 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 5 ബെഡ്റൂമുകളുണ്ട്. അതുകൂടാതെ യൂട്ടിലിറ്റി ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീടിന്റെ വിശേഷമാണ് ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മെയിൻ റോഡ്, ടാർ റോഡിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു വീടിന്റെ ഫ്രണ്ടിൽ വരെ വന്ന് നിൽക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞതുപോലെ എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും വെറും 400 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. മെയിൻ റോഡിൽ നിന്നും 100 മീറ്റർ വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്നും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 7 കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററും ആണ് ദൂരം വരുന്നത്. കാക്കനാട് ഭാഗങ്ങളിലേക്ക് ഇൻഫോ പാർക്കിലേക്കൊക്കെ പോകണമെങ്കിൽ 15 കിലോമീറ്റർ, ഇടപ്പള്ളി ഭാഗത്തേക്ക് 16 കിലോമീറ്റർ, ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വളരെ ഈസിയാണ്. വെറും 12 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ എയർപോർട്ടിലേക്ക് എത്താം. വീടിന്റെ ഫ്രണ്ടിലൂടെ ടാർ റോഡ് വന്ന് നിൽക്കുന്നത് ഈ ഒരു വീട്ടിലേക്കാണ്. റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് വീടിന്റെ മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഭംഗിയായിട്ട് വൈറ്റ് കളർ പെയിന്റ് ആണ്. ഇടയ്ക്ക് വരുന്ന ചില ഭാഗങ്ങളിൽ നോക്കുവാണെങ്കിൽ കോപ്പർ കളറിലുള്ള ടെക്സ്ചർ വർക്കും അവിടെ ലൈറ്റ് ഫിറ്റിംഗുമാണ് വരുന്നത്. മെയിൻ 2 പില്ലറുകളിൽ നമുക്ക് ആ ഒരു ലൈറ്റ് ഫിറ്റിംഗ് പിടിപ്പിക്കാനുള്ള വർക്ക് മാത്രമാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ ഫോൾഡിംഗ് ആൻഡ് സ്ലൈഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നോക്കുവാണെങ്കിൽ റിയൽ ഷേപ്പിൽ ഭംഗിയായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. പെയിന്റ് ഒക്കെ നോക്കുവാണെങ്കിലും വൈറ്റ് കളറാണ്. ബോർഡർ ലൈനുകളൊക്കെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ടെക്സ്ചർ വർക്കുകൾ എല്ലാം കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. 6 സെന്റിൽ 2450 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുകൾ ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. താഴെ 2 ബെഡ്റൂമുകളും മുകളിൽ 2 ബെഡ്റൂമുകളും, അതും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ കോമ്പൗണ്ടിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും ഫ്ലോറുകളിലെല്ലാം സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് ഫെസിലിറ്റി ആണ് കിട്ടുന്നത്. സ്ട്രേറ്റ് വരുമ്പോൾ കവേർഡ് ആയിട്ടുള്ള പോർഷൻ അണ്ടറിൽ ഒരു കാറിനും പാർക്ക് ചെയ്യാം. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ കാറിനും 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് മെയിൻ ആയിട്ടുള്ള കവേർഡ് പോർഷൻ നോക്കുവാണെങ്കിൽ സൈഡിൽ മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഫിറ്റിങ്ങും അകത്തൊക്കെ LED ബൾബുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിനകത്തേക്ക് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു കാർ പോർഷന്റെ പില്ലറിന്റെ അടുത്തായിട്ടാണ് നമുക്ക് കിണർ കിട്ടുന്നുണ്ട്. ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് കിണറാണ്. നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്, വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത് ബാക്കിലേക്ക് പോകുന്ന ഏരിയയിലും ഫ്ലോറിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് തന്നെയാണ് ഇവിടെയും പിടിപ്പിച്ചിരിക്കുന്നത്. ബാക്കിലേക്കൊക്കെ പോകുന്ന സമയത്ത് മെറ്റൽ ചിപ്പുകളാണ് ഇവിടെയെല്ലാം വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് ബാക്ക് സൈഡിലാണ് കിച്ചന്റെ ഡോറ് വരുന്നത്. നല്ല വർക്ക് ഏരിയ ചെയ്യാനായിട്ട് ലെങ്തി ആയിട്ടുള്ള വലിയ സ്പേസ് കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഒരു ഭാഗം വീടിന്റെ സൗത്ത് ആണ്, തെക്ക് ഭാഗത്താണ്. അതിലൂടെ നമ്മൾ നടന്നു വരുമ്പോൾ അവിടെയായിട്ടൊരു ചെറിയ മരമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ എല്ലാം തന്നെ മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം വൈഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. ഇതിലൂടെ നടന്ന് നമ്മൾ വീടിന്റെ നേരെ ഫ്രണ്ടിലേക്ക്, അതായത് രണ്ടാമത്തെ കാറ് പാർക്ക് ചെയ്യാവുന്ന ആ ഒരു സ്പേസിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് വിരിച്ച് ലെങ്ത്തും വിഡ്ത്തും ഒക്കെയുള്ള വലിയൊരു സിറ്റ് ഔട്ട് ആണ് ഇവിടെ കിട്ടുന്നത്. 4ഓളം ചെയറുകൾ പ്ലേസ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. 2 പീസിലാണ്, 2 പാളികളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഫേസിംഗ് ആണ്, വടക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നേരെ വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറാണ്. ചെറിയൊരു ബ്ലാക്ക് ഡിസൈനും കൂടി അതിനകത്ത് വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. 12 അടി നീളവും 10 അടി വീതിയുമാണ് കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ്, നമ്മൾ മെയിൻ ഡോർ തുറന്ന് വന്ന ആ ഭാഗത്ത് 2 വിൻഡോസും, TV യൂണിറ്റ് ഇരിക്കുന്നതിന്റെ 2 സൈഡിലായിട്ട് 2 സിംഗിൾ വിൻഡോസും ആണ് കിട്ടുന്നത്. TV യൂണിറ്റ് വളരെ ഭംഗിയായിട്ടാണ് വൈറ്റ് വുഡിലും അതുപോലെ വുഡൻ കളറും ഒക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ കബോർഡുകൾ വരുന്നുണ്ട്. ചുറ്റിലും നോക്കുവാണെങ്കിൽ TV യൂണിറ്റ് കൂടാതെ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു നമ്മുടെ വിൻഡോസിന്റെ മുകളിൽ വരെ ഈ ഒരു പാനലിംഗ് വർക്കുകൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. LED ബൾബുകളാണ് ഇട്ടിരിക്കുന്നത്. TV യൂണിറ്റ് വെച്ചിരിക്കുന്ന ആ ഒരു ബോൾ ഭംഗിയുള്ള ഒരു വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേ ആണ്.
അതിന് മിഡിൽ പോർഷനിലും സൈഡിലും ഒക്കെ ആയിട്ട് വൈറ്റ് കളർ പെയിന്റും കൊടുത്ത് ഭംഗിയായിട്ടാണ് LED ലൈറ്റുകൾ അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഈ ഭാഗത്ത് കുറച്ച് പെർഗോളം മൂലയാണ് ഇതുപോലെ ഒരു ഗ്യാപ്പ് ഒക്കെ കൊടുത്തിട്ടാണ് ഓപ്പണിംഗ് വരുന്നത്. അതിനിടയിലൊക്കെ ചെറിയ LED ബൾബുകൾ വരുന്നുണ്ട്. ഡൈനിങ് ഹാളിലേക്കുള്ള എൻട്രൻസ് നോക്കുവാണെങ്കിലും വുഡൻ പാനലിംഗ് തന്നെയാണ് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഹൈലൈറ്റും എടുത്തു പറയേണ്ടത് നമ്മുടെ ഡൈനിങ് സ്പേസ് തന്നെയാണ്. ഏകദേശം 12 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന വലിയൊരു ഡൈനിങ് ഹാൾ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 16 അടി നീളവും 12 അടി വീതിയുമാണ് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. നേരെ വരുമ്പോൾ കാണുന്ന ഈ ഒരു വോള് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ടെക്സ്ചർ വർക്ക് ചെയ്തിട്ട് അതിനകത്ത് നല്ല ഭംഗിയുള്ള ഒരു ബാംബു ഡിസൈൻ ആണ് ഒരു 3D മോഡലിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ കേബിൾ സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലും GM-ലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് വരുന്നത് ഈ ഭാഗത്ത് 3 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിലും ഭംഗിയുള്ള വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. സ്റ്റെയർ കേസിലേക്ക് പോകുന്ന ആ ഒരു വലിയ വോള് നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ടുള്ള ഡിസൈനിലാണ് ടെക്സ്ചർ വർക്കുകളും പെയിന്റിങ്ങും ഒക്കെ അവിടെ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഗ്രാനൈറ്റിൽ തന്നെയാണ് സ്റ്റെപ്പുകൾ ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ ഭംഗിയായിട്ട് ചെയ്ത് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ നോക്കുവാണെങ്കിൽ നമുക്ക് വലിയൊരു എയർ ഹോൾ വരുന്നുണ്ട്. അത് കൂടാതെ ഭംഗിയായിട്ട് ഡയമണ്ട് ഷേപ്പിലാണ് അവിടെ ഗ്ലാസിന്റെ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന് താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ ബ്രിക്ക് മോഡലുള്ള വർക്ക് ചെയ്തിട്ട് കുറച്ച് ഡെപ്തിൽ താഴേക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് ഗ്രാസ് പിടിപ്പിച്ചിട്ട് സ്റ്റോൺസ് ഇട്ടിട്ടുണ്ട്. കൂടാതെ ബോർഡർ ലൈനുകളായിട്ട് നമുക്ക് വരുന്നത് LED സ്ട്രിപ്പുകളാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഭംഗിയുള്ള ഷോ ലൈറ്റുകളും വരുന്നുണ്ട്. നമുക്കിവിടെ താഴെ 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്ത് ഇവിടെ ആയിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വൈറ്റ് കളർ പെയിന്റ് ആണ്. നമ്മൾ അധികം കാണാത്ത ഭംഗിയുള്ള ഒരു ഡിസൈൻ. ഇതുപോലെ ബ്ലാക്ക് കളർ ലൈൻസ് ഒക്കെ കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 13 അടി നീളവും 11.5 അടി വീതിയുമാണ് ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വിൻഡോസ് വരുന്നുണ്ട്. ബാക്കിയുള്ള 3 വിൻഡോസ് ഇവിടെയാണ് വരുന്നത്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ബ്രൗൺ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. മിററിന്റെ ഒക്കെ ബാക്ക് സൈഡിൽ നോക്കിയാൽ പാനലിംഗ് വർക്കുകളാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 13 അടി നീളവും 11.5 അടി വീതിയുമാണ്. റൂഫിൽ നോക്കുവാണെങ്കിൽ ലൈറ്റ് പിങ്ക് ഷെയ്ഡും വൈറ്റ് കോമ്പിനേഷനിലുമാണ് ഡിസൈനുകൾ വരുന്നത്. LED ബൾബുകളും കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഗ്രേ ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ജെറയുടെയാണ് ഫിറ്റിംഗ് വരുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ വരുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം കഴിഞ്ഞത്. ഡൈനിങ് ഹാളിലൂടെ നമ്മൾ നടന്നു വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് ഇവിടെയായിട്ടാണ് നമുക്ക് വാഷ് ഏരിയ വരുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഗ്രേ കളർ ടൈലാണ് ഇട്ടിരിക്കുന്നത്. ഭംഗിയുള്ള വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. താഴെയൊക്കെ നോക്കുവാണെങ്കിൽ ഈ ഒരു കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റും താഴെ നോക്കുവാണെങ്കിൽ ക്ലോസ്ഡ് കബോർഡുകളും ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോ നിൽക്കുന്നതിന്റെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടാണ് നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 11 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസ് വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ പിങ്ക് ആൻഡ് വൈറ്റ് കളറാണ് പെയിന്റ് വരുന്നത്. ഭംഗിയായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെയാണ് വലിയൊരു വാർഡ്രോബ് വരുന്നത്. സെയിം കളർ കോമ്പിനേഷനും പാറ്റേൺ ഒക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ഗ്രേ ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷൻ ആണ് ടൈലുകൾക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്നാണ് ഞാൻ ഇറങ്ങിയത്. അതിന്റെ നേരെ ഫേസ് ആയിട്ട് ഈ ഒരു ഭാഗത്താണ് കിച്ചൺ വരുന്നത്. ക്ലോസ്ഡ് കിച്ചൺ ആണ്. ഭംഗിയുള്ള ഡിസൈനിലാണ് കിച്ചണിന്റെ ഡോറ് വരുന്നത്. നമുക്ക് ഇവിടെ കിച്ചണിന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഫസ്റ്റ് കിച്ചൺ ആണ്. ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ബ്രൗൺ കളർ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രത്യേക അറേഞ്ച്മെന്റിൽ അലൈൻമെന്റിൽ തന്നെയാണ് കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെയും വരുന്നുണ്ട്. ഫാബറിന്റെ ഒരു ചിമ്മിണി നമുക്ക് അവിടെ വെച്ചിട്ടുണ്ട്. സറൗണ്ടിങ് ഏരിയത്തൊക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ടൈലാണ്. വിൻഡോസ് നോക്കുവാണെങ്കിൽ 4 സിംഗിൾ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സിങ്കും പൈപ്പ് കണക്ഷനും അവിടെ വരുന്നുണ്ട്. ഫ്ലോറിലൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയ ഒരു ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കിച്ചൺ കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ള ഡിസൈനിലാണ് സെപ്പറേഷൻ കൊടുത്തിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് സെക്കൻഡ് കിച്ചണിലേക്കാണ്. രണ്ടാമത്തെ കിച്ചണിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ സിങ്ക് ഫെസിലിറ്റി വരുന്നുണ്ട്. 2 സൈഡിലായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വൈറ്റ് കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷനിലൊക്കെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. മുകളിലും താഴെയും നമുക്ക് നിറയെ കിച്ചൺ ക്യാബിനറ്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ഡോർ വരുന്നുണ്ട്. ഡോർ തുറന്നാൽ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ഏരിയ സ്പേസ് ആണ്. വളരെ ലെങ്തി ആയ സ്പേസ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിരുന്നു. വേണമെങ്കിൽ നമുക്ക് ഇവിടെ വർക്ക് ഏരിയ കവർ ചെയ്ത് എടുക്കാവുന്നതാണ്.
വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് കയറി വന്നത്. ഈ ഒരു വലിയ വോള് നോക്കുവാണെങ്കിൽ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ട് ഭംഗിയായ ഡിസൈനിലാണ് അവിടെ പെയിന്റിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ നോക്കുവാണെങ്കിൽ നമുക്ക് വളരെ നീളത്തിലായിട്ട് അവിടെ ഒരു സ്പേസ് കാണാം. അതിനകത്തും ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ വരുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വലിയൊരു ഹാളാണ് ഇവിടെ കിട്ടുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ളതുമാണ്. ഇത്രയും ലെങ്ത്തും വിട്ടുള്ള ഹാളുകൾ നമുക്കിപ്പോ ചെയ്യുന്ന വീടുകളിൽ കാണുന്നത് തന്നെ കുറവാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രൈറ്റ് നോക്കുമ്പോൾ 3 വിൻഡോസ് കാണാം. റൈറ്റ് സൈഡിൽ ടോട്ടൽ 6 വിൻഡോസ് ആണ് നമുക്ക് കിട്ടുന്നത്. റൂഫിലുള്ള വർക്കുകൾ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. LED സ്ട്രിപ്പുകൾ, ബൾബുകളൊക്കെ യൂസ് ചെയ്തിട്ട് മനോഹരമായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്ന പൊസിഷനിൽ നോക്കുമ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഒരു വാഷ് ഏരിയ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട്. ടൈലുകളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. താഴെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മുകളിലേക്ക് കയറി വന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. താഴെ 2 ബെഡ്റൂമുകളും മുകളിൽ 3 ബെഡ്റൂമുകളാണ് നമുക്ക് കിട്ടുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 11.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസും അവിടെ ബാക്കിയുള്ള 3 വിൻഡോസും വരുന്നുണ്ട്. വാർഡ്രോബുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം കളർ കോമ്പിനേഷൻ ആണ്. അതിന്റെ കൂടെ ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിൽ ഭംഗിയുള്ള പെയിന്റിങ്ങും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. ടൈലുകളെല്ലാം സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ്. മൂന്നാമത്തെ ബാത്റൂമിൽ നോക്കിയാലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ഉള്ള ആ ഒരു ഫെസിലിറ്റി കൂടി കൊടുത്തിട്ടാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടോട്ടലി മൂന്നാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ കണ്ടത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് 4ാമത്തെ ബെഡ്റൂം വരുന്നുണ്ട്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 4th ബെഡ്റൂം നോക്കുവാണെങ്കിൽ 12 അടി നീളവും 10 അടി വീതിയുമാണ്. ഇവിടെ നമുക്ക് 3 വിൻഡോസും ഇവിടെ ബാക്കിയുള്ള 2 വിൻഡോസും ആണ് വരുന്നത്. റൂഫിന് ഭംഗിയുള്ള ഡിസൈൻ ആണ് വരുന്നത്. ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ്. ടൈലുകൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ ഇനി ഫൈനൽ ആൻഡ് 5ാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമുകളെല്ലാം സ്പേഷ്യസ് ആണ്. ഇവിടെ നമുക്ക് 13 അടി നീളവും 11 അടി വീതിയുമാണ് കിട്ടുന്നത്. 3 വിൻഡോസ് ഇവിടെ വരുന്നുണ്ട്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ ഒരു ബ്രൗൺ കളറിൽ ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും ഭംഗിയുള്ള ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് 5ാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ ലൈറ്റ് യെല്ലോ ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കൊടുക്കണമെങ്കിൽ ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് വരുന്നത്. 5 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. വീണ്ടും നമ്മൾ ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് TV ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ വോള് തന്നെ കിട്ടുന്നുണ്ട്. അവിടെയായിട്ട് നമുക്ക് ഇലക്ട്രിക്കൽ കണക്ഷൻസിനുള്ള പവർ പോയിന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെയായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ TV അറേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ കാണാനുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. അത്യാവശ്യത്തിന് വലിയ വലിപ്പമുള്ള യൂട്ടിലിറ്റി സ്പേസ് തന്നെ കിട്ടുന്നുണ്ട്. ഫ്ലോർ ടൈലുകൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർകേസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി ഇവിടുത്തെ ബാൽക്കണി കൂടിയാണ് നമുക്ക് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തെ ഡോർ തുറന്നാൽ നമ്മൾ ഇറങ്ങുന്നത് ബാൽക്കണിയിലേക്കാണ്. സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലെ റോഡിലേക്കുള്ള വ്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. റോഡിനടുത്താണ് എങ്കിൽ പോലും കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ബാൽക്കണി നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ വെച്ച് സേഫ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. റൂഫിൽ LED ലൈറ്റുകൾ വരുന്നുണ്ട്. പുറത്തേക്ക് ഈ പ്രൊജക്ഷൻ വരുന്ന ഭാഗത്തൊക്കെ ഭംഗിയുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ട് LED ലൈറ്റുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഭംഗിയും സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും വെറും 400 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. ബസ് റൂട്ടിൽ നിന്നും 100 മീറ്റർ വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണുള്ളത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 6 സെന്റ് ലാൻഡിൽ 2450 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 5 ബെഡ്റൂമുകൾ ഈ ഒരു വീടിന് വരുന്നുണ്ട്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. കിണർ വെള്ളമുണ്ട്. റോഡിന് വളരെ അടുത്താണ്. 6 സെന്റ് ഓഫ് ലാൻഡിൽ 2450 സ്ക്വയർ ഫീറ്റിൽ 5 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1.20 CR ആണ്. 1,20,00,000 എന്നുള്ള പ്രൈസ് ഇത്രയും സൗകര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വർത്ത് ആണ്. പക്ഷേ മാർബിൾ ഹോംസ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് നെഗോഷ്യബിൾ ആക്കി വാങ്ങിച്ചു തരുവാനായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയിൽ ഈ ഒരു വീട് സ്വന്തമാക്കാൻ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഞങ്ങൾ തന്നെ ഈസി ടേംസ് ആൻഡ് കണ്ടീഷനിൽ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. രാജഗിരി ഹോസ്പിറ്റലിന് തൊട്ടടുത്തും റോഡിന് ഇത്രയടുത്തും ഇതുപോലുള്ള വീടുകൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സെയിലായി പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക.
ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.